ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ മെയിനായിട്ട് നമ്മൾ റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളടുത്ത് ഗസ്റ്റ് വന്ന ടൈമിൽ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ എല്ലാം റെസിപ്പീസും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ നമ്മളെ എല്ലാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് റെസിപ്പീസാണ് കേട്ടോ എല്ലാം കാണിക്കുന്നത്. നമുക്ക് വേഗത്തിൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സ്നാക്സ് എല്ലാം. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നി ഇത് നമ്മൾ ഇങ്ങോട്ടുള്ളൊരു ദേശീയ സ്നാക്സ് ഇത് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ ഒരു ഏരിയയിലെല്ലാം പെട്ടെന്നെല്ലാം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ ഇങ്ങനെ മുട്ട പപ്സ് എന്ന് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പറയൽ. ഒറിജിനൽ മുട്ട പപ്സ് അല്ല, പക്ഷേ അതിൻ്റെ വേറൊരു രീതിയിൽ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് പണ്ട് മുതലേ ആക്കി വരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പിൻ്റെ ബോട്ടിലെല്ലാം ഏകദേശം ഒന്ന് കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ മെയിൻ നമുക്ക് ഉപ്പ് മെയിനാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൂടിയെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറൊരു ഇതാണത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഒരു ചെടിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ലൊരു രസമാണ് കേട്ടോ ഈ ഒരു കുപ്പി കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിങ്ങനെ കളയാനേ എനിക്ക് തോന്നുമല്ലോ. ഇതാ നെക്സ്റ്റ് നമ്മൾ വേറൊരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ടൊരു ഡോ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് എന്താ പറയുക ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അളവൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഇത് അത്യാവശ്യം നല്ലോണം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം നമ്മളിങ്ങനെ ഒരു കണക്കിന് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു അളവൊന്നും എന്താ പറയുക നമ്മളിങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിലെല്ലാം ആക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിലെല്ലാം നമുക്ക് എന്താ പറയുക പറയാനെല്ലാം പറ്റും. പക്ഷേ ഇങ്ങനെ ഒരുപാട് ആക്കുന്ന ടൈമിൽ ആ ഒരു അളവൊന്നും നമുക്ക് പറയാൻ എനിക്ക് പറ്റൂല കേട്ടോ. കാരണം ഞാനിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ പറയും സുമാറ് കണക്കിന് ഇട്ടെടുക്കുന്നില്ല, അങ്ങനെയാണ് കേട്ടോ ഞാനെല്ലാം ഇട്ടുകൊടുക്കൽ. എൻ്റെ ഒരു മൈൻഡിൽ ഓക്കെ ഇത്ര അളവ് കറക്റ്റാണെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. നമ്മൾ കുറച്ചെല്ലാം ആക്കുമ്പോൾ ആ ഒരു കറക്റ്റ് അളവിലെല്ലാം എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് അധികം തന്നെ മൈദയും എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മുട്ടയും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ സാധാ നോർമൽ പച്ചവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കലാണ്. തന്നെ നമ്മൾ ഇങ്ങനത്തെ എല്ലാം മാവ് കുഴച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ബൗളിലിട്ട് കുഴക്കാണ്ട് തന്നെ കുറച്ച് ഇതിൽ വെച്ചതിലോ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ആ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലും നമ്മൾ ആ ഒരു ഡോ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ മാക്സിമം വെക്കണം, എന്നാലാണ് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതെല്ലാം പിന്നെ ഒരു ഉച്ചയെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ ഞാനെല്ലാം ആക്കിയിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു കേക്കും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേക്ക് എന്ന് പറയാമെങ്കിൽ നമ്മളിങ്ങോട്ട് മുട്ട കുംസ് എന്നാണ് കേട്ടോ പറയൽ. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു കുംസ് ഉണ്ടാക്കാനായിട്ട്, കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 5 മുട്ടക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 5 മുട്ടക്ക് 10 സ്പൂൺ പഞ്ചസാര, 10 സ്പൂൺ മൈദ, ആ ഒരു കണക്കിലാണ് കേട്ടോ എടുക്കൽ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പൂൺ അളവ് പണ്ട് മുതലേ എല്ലാവരും അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്തെടുക്കുന്നൊരു ഒരു കുംസാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മളെ വാനില എസൻസ് എല്ലാം ചേർക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായാലും നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ്. അപ്പോൾ അതങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ നമ്മളെ ബീറ്റ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടായത്. കാരണം ഞാൻ പിന്നെ നാട്ടിൽ വന്നിട്ടൊന്നും ആക്കിയിട്ടൊന്നും ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല കേട്ടോ ഇതേടെ ഉണ്ടായിനെന്ന്. അപ്പോൾ അത് കുറേ തപ്പിയ പിന്നെയാണ് ലാസ്റ്റ് ഇത് കിട്ടിയിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ചായിട്ട് സ്പീഡ് കൂട്ടി വേണം കേട്ടോ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഇതായിട്ട് നല്ലോണം പൊങ്ങി വരുന്ന ആ ഒരു രീതിയിൽ അത്രയും ഇത് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ സാധാരണ നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുന്നില്ല, ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറവ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ കളറിന് ആവശ്യമായിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കുറച്ചും കൂടി കളർ പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു മഞ്ഞൾ ഫ്ലേവർ അങ്ങനെ വരുമൊന്നുമില്ല കേട്ടോ അതിൽ. ഇനിയിപ്പം അതും അല്ലെങ്കിൽ നമുക്ക് നാടൻ മുട്ട ഉണ്ടെങ്കിൽ അതിൽ അത് ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. അതിലും നല്ലൊരു കളർ ഉണ്ടാവുമല്ലോ കേക്കിന് കാണാനായിട്ട്.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 5 മുട്ടക്ക് 10 സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ബീറ്റാക്കിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കപ്പിലെല്ലാം അളന്നിട്ടെല്ലാം ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് എപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിന് ഞാൻ ഗൾഫിൽ നിന്ന് മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് 3 മുട്ടക്ക് 2 സ്പൂൺ അങ്ങനെ. അത് നമ്മൾ കപ്പിൽ ഇളക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇത് കിട്ടും. പിന്നെ പണ്ടെല്ലാം കപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു സ്പൂണിലെല്ലാം വെച്ച് അളന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പണ്ടത്തെ ഉമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു കേക്കാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് പണ്ട് ഉണ്ടാക്കിയാലും ഇപ്പം ഇത് നല്ല ട്രെൻഡാണ് കേട്ടോ. കാരണം നല്ലൊരു സോഫ്റ്റുമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് അവിടെ ഒന്ന് ബേക്കായി വരട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്കിനെല്ലാം സ്നാക്കെല്ലാം റെഡിയാക്കാനായിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഒരു ചീസി ബണ്ണ് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം തയ്യാറാക്കി അതിൻ്റെ എല്ലാം സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മൾ ചിക്കനെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ഞാൻ ചിക്കനെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ ബോൺലെസ് പീസെല്ലാം ഇതുപോലെ മാറ്റി വെക്കും കേട്ടോ. കാരണം ബോൺലെസ് പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്കെല്ലാം റെഡിയാക്കാനായിട്ട് നല്ല എളുപ്പമല്ലേ. പിന്നെ ഇവിടെ അധികം ബോൺലെസ് പീസ് ആയിരിക്കും വേണ്ട കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എപ്പോൾ ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതിൽ നിന്ന് 2 പാട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 2 മസാലയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് നമ്മൾ സിമ്പിളായിട്ട് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു കാണുന്നതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്, കുരുമുളക്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഇല്ല നമ്മൾ ഈ ഒരു ചീസി ബണ്ണിന് വേണ്ടിക്ക് ഞാനിതാ ചിക്കനെ ഇതുപോലെ തന്നെ ഉപ്പ്, പിന്നെ കുറച്ച് സോയ സോസ്, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മൾ ആ ഒരു ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടൊരു മാക്സിമം ഒരു 10-15 മിനിറ്റെങ്കിലും വെക്കാം കേട്ടോ. എന്നാലും നമ്മളെ ചിക്കനിലേക്ക് അതെല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കനെല്ലാം ഒന്ന് റെഡിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഓരോരോ കട്ടിങ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലങ്ങനെ കാര്യമായിട്ട് ശരിക്കും ഒരു ഫുള്ളായിട്ടുള്ളൊരു വ്ളോഗ് പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ വലിയ ടൈമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ. ഞാൻ പിന്നെ ഏതായാലും റെസിപ്പീസ് എല്ലാം കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചടപടേന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയിൽ നമ്മൾ നേരത്തെ റെഡിയായതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം ഒഴിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തൊലിഞ്ഞ് എടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ മസാലയും അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ മുന്നേ ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇതെല്ലാം സിമ്പിളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നെല്ലാം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൻ്റെ മസാല ഒന്നും പണിയില്ല കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, അതെല്ലാം ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മസാലപ്പൊടിയായിട്ട് ഇതിലേക്ക് ചിക്കൻ മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് അതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മളെ മസാല റെഡിയായി. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഒരു ഒരു മുട്ടേൻ്റെ യെല്ലോ കളർ ഉണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കുക. ഈ ഒരു ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പഴംപൊരിക്കെല്ലാം മാവാക്കുന്നില്ലേ സാധാരണ മൈദ കലക്കിയിട്ട്, അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടിൽ മെയിനായിട്ട് ഇങ്ങനെ പെട്ടെന്നെല്ലാം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആക്കുന്നൊരു സ്നാക്കാണ് കേട്ടോ. അതെല്ലാം വേഗത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. നമ്മളെടുത്ത് പെട്ടെന്നെല്ലാം വന്നു കഴിഞ്ഞാൽ മുട്ട, പഴം, ബ്രെഡ് അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ ഒരുപാട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് എണ്ണം ഒരുപാടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചീസി ബ്രെഡിലേക്ക് വലിയ മസാലയും കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇതും ഒന്നും പണിയില്ല കേട്ടോ. പിന്നെ ഇതിലൊന്നും ഇങ്ങനെ ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഈ ഒരു സ്നാക്കിലൊന്നും. അപ്പോൾ ഇതാ ഞാൻ പാനിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വരണം കേട്ടോ. പിന്നെ അതിൽ തന്നെ കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ ചിക്കൻ കുക്കാകേണ്ട വെള്ളമെല്ലാം അത്യാവശ്യം അതിൽ തന്നെ ഉണ്ടാവും. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് റെഡിയായി വരുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഉള്ളി, അതെല്ലാം ചെറുതായിട്ട് തന്നെ കട്ടാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലെക്സ്,
പിന്നെന്താ, അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കെച്ചപ്പ്. ആ ഒരു കെച്ചപ്പെല്ലാം ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ പോക്കറ്റ് ഷവർമയിലേക്കുള്ള മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും എന്താണ് ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു ചിക്കൻ ജസ്റ്റ് ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ തന്നെ ഒന്ന് വറ്റിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ചിക്കൻ നല്ല പോലെ കുക്കായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനെ ആ ഒരു വിനീഗറെല്ലാം ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ചിക്കൻ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ കുറച്ച് വെജീസെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെന്താണ് തക്കാളി, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഉള്ളി. തക്കാളിയും ഉള്ളിയെല്ലാം ചെറിയൊരു പീസേ വേണ്ടു കേട്ടോ. അത് വേണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പ് തന്നെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഹോം മെയ്ഡ് മയോണൈസ് എല്ലാം നമ്മൾ പുറത്തുനിന്നെല്ലാം ഉണ്ടാക്കുന്ന മയോണൈസ് ആണെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ പുളിയും അതുപോലെ തന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എല്ലാം അതിൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. പക്ഷേ ഇത് നമ്മളിങ്ങനെ ബോട്ടിലിലെ മയോണൈസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ കുറച്ച് ലെമൺ ജ്യൂസ് അതുപോലെ തന്നെ ഉപ്പെല്ലാം നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ആ ഒരു വെജീസിലെല്ലാം അത്യാവശ്യം ഉപ്പെല്ലാം നല്ല പോലെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് അതുപോലെ തന്നെ കുരുമുളക് പൊടി, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് അതിൽ ആ ഒരു വെജീസിലെല്ലാം അതിൻ്റെ ആ ഒരു പുളിയും ഉപ്പെല്ലാം നല്ല പോലെ ഒന്ന് പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇത് നമ്മൾ ഞാനിപ്പോൾ ആ ഒരു ഡോ റെഡിയാക്കി ണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ആക്കാനായി ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് അതിലും ചെയ്യാട്ടെ, ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ. ഇതാ നമ്മൾ ആ ഒരു ഡോ നല്ല പോലെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തൊടുമ്പം തന്നെ വല്ലാത്തൊരു സോഫ്റ്റാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കലാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ എന്നെ പരത്തുന്നതും അതെല്ലാം എനിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ ടൈം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അതൊന്നും പണിയില്ല കേട്ടോ. നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കതൊന്ന് അതിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ല നമ്മൾ ഇറച്ചിയുടെ എന്തെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഏകദേശം സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഉമ്മയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് വേറെയും പണികളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചീസി ബ്രെഡിലേക്ക് വേണ്ടിക്കില്ലേ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ആ ഒരു മൈദയിലൊന്ന് നല്ല പോലെ ഉടച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഗ്യാസിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മൈദയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് അതൊന്ന് ഉടച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ കുറച്ച് ടൈമും ലാഭിക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് നേരെ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് വരും കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് നമ്മളെ ചില്ലി ഫ്ലെക്സ് ഒറിഗാനോ, അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് തിക്കായി വരുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വൈറ്റ് സോസ് റെഡിയായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ല അടിക്ക് പിടിക്കൊന്നുമില്ല, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു മെത്തേഡിൽ വൈറ്റ് സോസ് റെഡിയാക്കാൻ നല്ല സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിള വരുമ്പം തന്നെ നല്ല തിക്കായിട്ടില്ല ക്രീമായിട്ട് വരും കേട്ടോ. അപ്പം ഓവർ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സോസ് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പണികളെല്ലാം തീർക്കലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം മെയിൻ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ബാക്കിയെല്ലാം. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡെല്ലാം 4 സൈഡും ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പുഡിംഗ് ട്രെയിലാണ് കേട്ടോ ഞാനിത് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ കുറച്ച് നമ്മൾ ആ ഒരു ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ലെയർ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആ ഒരു വൈറ്റ് സോസ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ചീസും കൂടി മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം
ഇതുപോലെ തന്നെ വീണ്ടും ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക. അതായത് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും നമ്മളെ ഒരു ക്രീം ചേർത്ത് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമുക്കിതൊരു സ്നാക്കായിട്ടും ഡിന്നറായിട്ടും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് അല്ലേ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് ഒരുപാട് ഇപ്പോൾ സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയൊരു ചെറിയൊരു ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മസാലയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചിക്കനും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മൊസറല്ല അല്ല നമ്മൾ ആ ഒരു നോർമൽ ചീസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ മൊസറല്ല ചീസ് ആ ഒരു ദുബൈയിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ചീസൊന്നും അങ്ങനെ കിട്ടലില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. ഞാനിപ്പം കുറേ സ്ഥലത്ത് പോയതെല്ലാം എനിക്ക് ഇങ്ങനത്തെ എല്ലാം ചീസാണ് കേട്ടോ കിട്ടുന്നത്. പക്ഷേ ആ ഒരു ഗൾഫിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ചീസാണ് കേട്ടോ നല്ലൊരു ചീസ്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചീസാണ്. നമ്മളെ നാട്ടിൽ നിന്ന് എത്രയായാലും നമുക്ക് ആ ഒരു രീതിക്കൊക്കെ എത്തൂല, പക്ഷേ മാക്സിമം എത്തിക്കാൻ നോക്കാം അല്ലേ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില്ലി ഫ്ലെക്സ് അതുപോലെ തന്നെ ഒറിഗാനോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ 2 ട്രേയിലായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ സാധാ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ സ്റ്റീൽ റൗണ്ട് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നമ്മളെ ഗ്യാസിൽ തന്നെ വെച്ചാലും മതി കേട്ടോ. നമ്മളെ ഗ്ലാസ് ബൗളാണെന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. ശരിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ അത് വിട്ടുപോയി. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്നാക്സിൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച റെസിപ്പി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ എല്ലാം ലിങ്ക് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.